ഓഗസ്റ്റ് 15 കോമ്പറ്റീഷൻ ഗാന്ധിജി ഗോൾഡ് ഫിഷാ. തലയിൽ സ്പൈക്കാ. ഒരു ചെവിയില്ല. അതാ ഒരു ചെവി അങ്ങനെ. ഇത് ഏതോ കുഞ്ഞു പിള്ളേരുടെ ക്ലാസ്സിൽ ഗാന്ധിജിക്ക് പറഞ്ഞ വരച്ചു കൊടുത്ത ആട്ടോ എല്ലാരും കൂടി കിടിലായിട്ട് ആളെ അങ്ങ് ഇതാക്കി. മണിക്ക് വന്നതാണേ, മാമനോടൊന്നും തോന്നില്ലേ? It's winter. അറിയാ സിഗരറ്റ് തപ്പണല്ലേ സിഗരറ്റ് തപ്പിയല്ലേ മയില് പേടിച്ചാ. ഇപ്പൊ വല്ലയിടത്ത് കോല വല്ലയിടത്ത് പുറത്തിട്ടിരുന്ന ഇപ്പൊ കൊണ്ടുപോയനെ കയർത്തി. പിന്നെ കൈ ഭയങ്കര സുഖം. ഒന്ന് കൈ കറന്ന് പിന്നെ പൊങ്ങില്ല. എടുത്തിട്ട് അടിച്ചിട്ട് മാസ് ബീജിയം ഒക്കെ ഉണ്ടല്ലോ. പക്ഷെ സീൻ മെയിലീഗോ. നീ വീണ്ടും കോളേജിലേക്ക് വന്നല്ലോ, എനിക്ക് സന്തോഷമായി. ലെറ്റ്സ് ബി ഗുഡ് ഫ്രണ്ട്സ്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കട്ടക്ക് കൂടെ നിൽക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ആ കൂട്ടത്തിൽ ഇനിയൊരു ഫ്രണ്ടിന്റെ ആവശ്യമില്ല. സിനിമ സിനിമയുടെ മൂവി പേര് ടോപ്പ് ഭീകരകാമുകൻ. വാച്ച് ടിൽ ലാസ്റ്റ്. എന്താടാ എന്താ വരാത്തെ പറഞ്ഞിട്ട് നനഞ്ഞിടറി തൂവാതെ വിഷയം. നൈസ് ബ്രോ, നൈസ്. അടിപൊളി, നല്ല രസമുണ്ട്. നല്ല ക്ലീൻ ആൻഡ് നൈസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി. ജനനായക സെലിബ്രേഷൻ, മെർസൽ സെലിബ്രേഷൻ, സെലിബ്രേഷൻ. മെർസൽ
അടിയ നമ്മളോട് ഇതിനൊക്കെ പോവായിരുന്നു കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ഫാൻ ഷോയ്ക്കൊക്കെ തള്ളിക്കേറി ഫാൻ ഷോയ്ക്കൊക്കെ കാണുന്ന ഒരു വൈബ് ഉണ്ടല്ലോ, വേറെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. വിജയുടെ സിനിമയ്ക്കൊക്കെ ഫുള്ള് ബ്ലോക്കും അതും ഇതും ചെയ്യായിരുന്നു. ஒருத்தன் 10 பேரை எதிர்த்தான்னா அவன் வீரன், 10 பேர் சேர்ந்து ஒருத்தனை எதிர்த்தா அவன் தலைவன். இன்னைக்கு தமிழ்நாட்டில் இருக்கிற நிலைமையில பார்க்கும்போது நான் என்ன சொல்றேன்னு எல்லாருக்கும் புரியும். എടാ ഈ ജനനായക ഞാൻ പ്രാർത്ഥിക്കുകയാണ് നല്ലൊരു കിടില മൂവി ആയിരിക്കണം, സത്യം പറയാല. ലാസ്റ്റ് 2 സിനിമയും എനിക്ക് ഫ്ലോപ്പായിട്ടാ തോന്നി, പക്ഷെ ഇതിൽ എനിക്കൊരു പ്രതീക്ഷയുണ്ട്. ലാസ്റ്റ് 2 മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് മൂവി എനിക്കൊരു വെറുപ്പിച്ച്. ഇത് നല്ലൊരു കിടിലൻ മൂവി ആയിരിക്കട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. വായിച്ചില്ല വസ്തുത്തെ. ഇന്ത്യക്ക് എത്ര ശ്രമിച്ചാൽ ടി വി തട്ട് കാണാനിരിക്കും കേട്ടോടാ. MRC പീപ്പിൾ ഫൈറ്റിംഗ് ഫോർ MRC ആൻഡ് TV in the comment box. എടാ ഇത് ലാസ്റ്റടാ. ഞാൻ സത്യം പറയല, ഞാൻ വിചാരിച്ച അവരെന്നെ അറിയത്തില്ലായിരിക്കും എന്നാണ് വിചാരിച്ചത്. കാരണം കുറെ വർഷം നമ്മൾ സംസാരിച്ചിട്ട്. നമ്മൾ ലാസ്റ്റ് സംസാരിച്ചത് MRC ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ അവസാനം സംസാരിച്ചത്. ഞാൻ വിചാരിച്ച അവ ഓർമ്മിക്കാൻ ഒരു വഴിയില്ല. പക്ഷെ അളിയ വന്നിട്ടാണ് നമ്മൾ ആദ്യമായിട്ടാണല്ലേ കാണണമെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച്. ലബ്ലി എല്ലാരും സംസാരിച്ച്. ഷമീർ ഉണ്ടായിരുന്നു, എല്ലാവരും സംസാരിച്ചു കേട്ടോ. MRCയില് എല്ലാരും ആദ്യമായിട്ടാ കാണുന്നത്, എല്ലാരും തൊപ്പീന് എല്ലാരും ആദ്യമായിട്ടാ കാണുന്നത്. ഭയങ്കര നൈസ് ന്യൂ ഇയർ ആയിരുന്നു. MRC ബ്ലഡ്സ്. No, when you open it, ജോമുന്റെ അരി. അമ്മ കരുതുന്ന പോലെ ഒന്നും ഞാൻ അമ്മ accidentally played a toxic movie teaser in front of family. So എത്രയൊക്കെ പറഞ്ഞാലും നമ്മളിപ്പോ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റൂലല്ലോ. എന്തോ പറഞ്ഞ് മാറ്റും ഫാമിലിയുടെ ഫ്രണ്ട് ഇരുന്നിട്ട്. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഹൈലി റിലേറ്റബിൾ. പരിഷ്കാരൊക്കെ നട്ടുച്ചയ്ക്ക് ഇരുന്ന് കണ്ടാണ് ഹോളിലിരുന്ന് വീട്ടിലെല്ലാരും ഉള്ള സമയത്ത്. ആനച്ചന്തം പൊന്നമ്പരചമയം ചന്ദ്ര, ഞാൻ ജസ്റ്റ് മിസ്സായിരുന്നു. അലോഷ്യസ് രക്ഷപ്പെട്ടു. നീ രക്ഷപ്പെട്ടു. ഒരു സീനില്ല. എന്താ ബ്രോ ഏതിലാണ് ഇത്? ഇതൊക്കെ എന്താ ഇതൊക്കെ? വെള്ളമൊന്നും ഇത് വേറെ അതിന് വലുത് എന്താ ഇത്?
എന്ത് നീ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ആരെങ്കിലും ആർക്കെങ്കിലും ഇഷ്ടമാവുന്നുണ്ടോ? അല്ലല്ലോ മോനെ, കൊള്ളാലോടാ ഇത്. എടാ അല്ലല്ലോ മോനെ, എന്നാടാ നീ ഉണ്ടാക്കി വെച്ചേക്കുന്നേ? അല്ലല്ലമ്മ, നമ്മുടെ പയ്യനല്ലല്ലോ മോൻ. കൊറേ അല്ലല്ലോ മോൻ. HTB പിന്നെ ആരാ ഇപ്പൊ റീസെന്റ് ആയിട്ട് കുറെ പിള്ളേരുണ്ട്. ഞാൻ സിസ്റ്റർ എന്താ നമുക്ക് അച്ഛൻ്റെ ഒരു വീഡിയോ എടുക്കാം. ജോർജ്, മരിപ്പിനുള്ള വടയും ചായ ഞാൻ തരുന്നുണ്ട്. ഇപ്പോഴല്ല, പിന്നെ അച്ഛനാ കടിക്കും, ചിലത് കുറയ്ക്കും, ചിലത് കാക്കിയിടും. ആരുടെ നമുക്ക് അച്ഛൻ്റെ ഒരു വീഡിയോ എടുക്കാം. ഇത്രയും വലിയ പിള്ളേർ അച്ഛനാണോ ഇത്? ബ്രോ ശരിക്കും എന്റെ അളിയ പുള്ളി കണ്ട ഒരു 32 അല്ലേ? എനിക്ക് അറിഞ്ഞൂടാ, ശരിക്കും ഉള്ളതാണോ? എനിക്ക് അറിഞ്ഞൂടാ ഉള്ളതാണെങ്കിൽ. സ്റ്റീവാ? ഇതൊക്കെ എന്തോടെ വെക്കിന പറഞ്ഞു പോയല്ലേ. വീഡിയോ കറക്റ്റായിട്ട് വീഡിയോ എടുത്തേട്ടാ. കളിക്കാൻ വാ, എനിക്ക് നല്ല സ്റ്റാമിന ആണ്. വാ MM നമുക്ക് കളിക്കാം. പൊളികാം ഷമീർ എന്നെ കളിക്കാൻ വാ. കണ്ണൂർ കളി വാ കളിക്കും. നീ കളിച്ചോ, നീ എവിടെയൊക്കെ പോയി കളിച്ചോ. അതെന്തിനാ എന്റെ അടുത്ത് പറയുന്നത്? എടാ നീ എവിടെയൊക്കെ പോയി കളിച്ചോടെ, ഇതെല്ലാം എന്തിനാ എന്റെ അടുത്ത് വന്നിട്ട് പറയുന്നത്? നിന്റെ കളിയും ഇതല്ലോ, ഞാൻ കളി കിട്ടാണ്ട് ജീവിക്കുന്ന ഒരുത്തരാ. എന്റെ അടുത്ത് എന്തിനാ ഇതെല്ലാം വന്നിട്ട് പറയുന്നത്? ബുക്കിലുണ്ട് കളി. ഞാൻ അതാണ് തെറി വിളിക്കണ്ടാ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വിളിക്കുന്നത്. എന്നെ പിരാന്താക്കല്ലേ പ്ലീസ് മക്കളെ, പ്ലീസ് എന്നെ പിരാന്താക്കല്ലേ വെറുതെ. ഓ തുള്ളിത്തുളുമ്പാതെ നീ ചുരുൾ മാനസം നുള്ളിക്കെടുത്താതെ നീ വെറുമൊരു തൂവൽ കൊണ്ടു മുറിയും ചെറുമുന നോക്കുകൊണ്ടു വിളറും ഒരു നേർത്ത പൈതലിന്റെ മുഖമേ വിങ്ങിപ്പിടയാതെ നീ നൈസ് ബ്രോ, നൈസറാ, അടിപൊളി, സൂപ്പർ. ഷെയ്ക്കിന്റെ പ്രണയിനി. സ്റ്റിക്കർ ബ്രോ. അത്ര വലിയ സ്റ്റാർ വാല്യൂ ഒന്നും ഉള്ളവന്മാരല്ല, പക്ഷേ അവന്മാരുടെ കയ്യിൽ ഒരു ഐറ്റം. നമ്മുടെ കയ്യിലൊരു 1-2 ഐറ്റം ഉണ്ട്.
നമുക്കൊരു മജീഷ്യനും അതുപോലെ തന്നെ അയ്യോ ഷോർട്ടെക്സിന് എന്താ പറയുന്നത്? ഷോർട്ടെക്സിന് എന്താന്ന് പറഞ്ഞോണ്ടിരിക്കുക? എന്താണ് ഷോർട്ടെക്സിന്റെ ടാഗ്? നയൻ ഓൺ സിക്സ്. നെവർ ഡിസപ്പോയിൻസ് അല്ലേ? ബാലൻ വിഷയമാണ്. എന്റെ മറ്റേ ചന്ദൻ ന്യൂസ് ചന്ദൻ അവനാ ചെയ്ത് എന്റെ ഓൾ ടൈം ഫേവറേറ്റ് എഡിറ്റിംഗ് ആയിരുന്നു. ഐ മീൻ എന്റെ കണ്ടന്റില്. ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണ കഴിഞ്ഞിട്ടില്ല രാമ, ഒന്നൂടുണ്ട് ബാക്കി. തായ്വേല് വരെ ഇറക്കും, എന്നിട്ട് ഇവിടുന്ന് പോയാൽ ഞാൻ തിരിച്ചു വരും. കണക്കുകൾ ഒരുപാട് തീർക്കാനുണ്ട്. തിരിച്ചു വരവ് ഒന്നുമില്ല. നാളിൽ അടുത്ത വെള്ളിയാഴ്ച. പൈക്കോളി പൈക്കോളി പൈക്കോളി. നമ്മള് കണ്ടതാ. ഒന്ന് തുടങ്ങാം. നീ സർപ്പട്ടെ എന്ന് കേട്ടിട്ടില്ലല്ലേ? സർപ്പട്ടെ എന്ന് കേട്ടില്ലേ? അതൊക്കെ ടൈമിങ്ങിൽ എന്നെ മുമ്പിച്ചിട്ട് പോയത്. ഓക്കെ ഗൈസ്, അപ്പോ ടൈം ടു വൈൻഡ് അപ്പ്. നമ്മള് ഇന്ന് നമുക്ക് നല്ല RP ഒന്നും ചെയ്യാൻ പറ്റിയില്ല.